أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറത്തുൽ ഫാത്തിഹ. ഒരു മുസ്ലിം ഫാത്തിഹയെ ആഴമായി മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അത് ഖുർആൻ്റെ എല്ലാ വാതിലുകളും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു. നാം ഫാത്തിഹയുടെ മഹത്വം അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ്റെ യഥാർത്ഥ വില മനസ്സിലാക്കാൻ കഴിയാതെ പോകും. ഫാത്തിഹയുടെ ഒരു ആഴവും അതിൻ്റെ സൗന്ദര്യവും തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ ഓരോ വാക്കിലും നമ്മുടെ ഹൃദയം ഇങ്ങനെ വിശാലമാകുന്ന പോലെ നമുക്ക് തോന്നണേ. അപ്പോഴാണ് നമുക്ക് ഖുർആൻ്റെ പൂർണ്ണതയെ കൂടുതൽ അന്വേഷിക്കാനായിട്ട് മനസ്സിങ്ങനെ ആകാംക്ഷയോടുകൂടി തിരിയണം. ഫാത്തിഹ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദി ഓപ്പണർ എന്നാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനെ എല്ലാം തുറക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഫാത്തിഹ. അതാണ് ഫാത്തിഹ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ദി ഓപ്പണർ. ഇനി നമുക്ക് ഇതുപോലെ ആഴത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ആദ്യം തന്നെ സൂറ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൂറ എന്ന് പറയുന്ന വാക്ക് സൗർ എന്ന അറബി വാക്കിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. സൗർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം വലിയ കോട്ടമതിലുകൾ എന്നാണ്. വലിയ കോട്ടമതിലുകൾ, ഫോർട്ടിഫൈഡ് വാൾസ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ അതിലെ ഓരോ സൂറത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ, സൂറ എന്ന് അറബികൾ മക്ക ഖുറൈശികൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞു വരുന്ന ചിത്രം അവർ ഈ പേർഷ്യൻ ഓമൻ സാമ്രാജ്യങ്ങളിലേക്കൊക്കെ കച്ചവടത്തിനായിട്ട് പോകുമ്പോൾ അവിടെ ഈ പേർഷ്യൻ ചക്രവർത്തിയും റോമൻ ചക്രവർത്തിയൊക്കെ വലിയ കോട്ടമതിലുകളാൽ അവരുടെ സാമ്രാജ്യത്തിനെ ചുറ്റും കോട്ടമതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇവർ ഈ കച്ചവട ചരക്കുകളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ കോട്ടമതിലുകളുടെ ഫ്രണ്ടിൽ വളരെ അമേസ്ഡ് ആയിട്ട് വണ്ടർ അടിച്ച് ഇവർ നിൽക്കാറുണ്ട്. ഈ ഫോർട്ടിഫൈഡ് വാൾസിൻ്റെ പിക്ചറാണ് ഇവരുടെ മനസ്സിലേക്ക് സൂറ എന്ന് കേൾക്കുമ്പോൾ വരുന്നത്. അതാണ് ആ വാക്കിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം. ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ മനുഷ്യരുടെ കൈകൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് നിർമ്മിക്കപ്പെട്ടതല്ല ഖുർആനിലെ സൂറത്തുകൾ. മാലിക്കുൽ മുൽക്കായ ദ കിങ് ഓഫ് കിങ്സ്, രാജാതിരാജനായ അല്ലാഹു അസ്സ വജൽ ഏഴാം ആകാശത്ത് നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് പണിതിറക്കിയ കോട്ടമതിലുകളാണ് ഓരോ സൂറത്തും. ഓരോ സൂറത്തും അല്ലാഹു അസ്സ വജലിന്റെ ദിവ്യമായിട്ടുള്ള സാമ്രാജ്യമാണ്. ഓരോ സൂറത്തും ഓരോ കാഴ്ചകളാണ്, ഓരോ അനുഭവങ്ങളാണ്. ഓരോ സൂറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓരോ ലോകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കണം. സൂറത്തുൽ ബഖറ ഒരു അതിവിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ്. സൂറത്തുൽ ഫാത്തിഹ അതിലേക്കുള്ള തുറന്ന കവാടമാണ്. സൂറത്തുൽ നജ്മിൽ അല്ലാഹു നമ്മളെ നക്ഷത്രങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഓരോ ലോകമാണ് ഓരോ സൂറത്തും. അള്ളാഹുവിൻ്റെ ഈ കോട്ടമതിലുകളെ, ഈ സൂറത്തുകളെ ഒരു മനുഷ്യനും ഒരാൾക്കും ഒരു ജിന്നിനും ലോകാവസാനം വരെ തകർക്കാനോ അതിനെ ആക്രമിക്കാനോ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ അങ്ങനെ വേണം, ആ മൈൻഡ് സെറ്റോടു കൂടി വേണം നമ്മൾ ഓരോ സൂറത്തുകളിലേക്കും പ്രവേശിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹ പഠിക്കാം. എന്താണ് ആദ്യത്തെ ആയത്ത്? എന്താണ് ആദ്യത്തെ വാക്ക്? അൽഹംദുലില്ലാഹ്. എന്താണ് ഹംദ്? ഹംദ് എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി രണ്ട് വാക്കുകളുടെ സംയോജനമാണ്. രണ്ട് വാക്കുകളുടെ ലയനമാണ് ഹംദ്. മദ്ഹ് എന്ന് പറയുന്ന വാക്കിൻ്റെയും ശുക്ർ എന്ന് പറയുന്ന വാക്കിൻ്റെയും കോമ്പിനേഷനാണ് ഹംദ്. മദ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശുക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ താങ്ക്സും പ്രൈസും കൂടി കമ്പൈൻഡ് ആവുമ്പോഴാണ്, ഒരുമിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഹംദ് വരുന്നത്.